ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എക്സാം ഒക്കെ വരാൻ വേണ്ടി പോവാണല്ലേ, നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ടീച്ചർ എന്നൊരു ചോദ്യം ചോദിക്കട്ടെ. ടീച്ചറുടെ ചോദ്യം ഇതാണ്: കൂട്ടുകാരെ, നമുക്ക് ആഹാരം ലഭിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ എല്ലാവരും പല ഉത്തരങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ടാവില്ലേ. അമ്മയുടെ അടുത്ത് നിന്നായിരിക്കും മിക്ക ആളുകളും പറഞ്ഞിട്ടുണ്ടാവുക. അല്ല, നമ്മൾക്ക് ശരിക്കും എങ്ങനെ ആഹാരം ലഭിക്കുന്നത് അല്ലെ? നമ്മൾ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആഹാരം ലഭിക്കുന്നത് അല്ലെ. പലതരത്തിലുള്ള കൃഷികൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ എന്ത് ഈ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നോക്കിക്കേ, സസ്യങ്ങൾ വളർത്തിയും വളർത്തു മൃഗങ്ങളെ പരിപാലിച്ചും ഭക്ഷ്യതര വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയക്കാണ് കൃഷി എന്ന് പറയുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് കൃഷിയിൽ നമ്മൾ ഭക്ഷ്യേതര വിഭവങ്ങൾ എന്ന് പറയുന്നത്? നമ്മൾ ഭക്ഷിക്കുന്ന സാധനം മാത്രമല്ലല്ലേ കൃഷി ചെയ്യുന്നത്. നമ്മൾ റബ്ബർ കൃഷി നടത്തുന്നുണ്ട്. റബ്ബർ നമ്മൾ തിന്നോ? ഇല്ല. പക്ഷെ എന്തുണ്ട്, നമുക്ക് വേറെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. ഇന്ന് മനുഷ്യൻ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും കാർഷിക വൃത്തിയുടെ ഫലമാണ്. ശരിയല്ലേ? നമ്മൾ ഇന്ന് കഴിക്കുന്ന പല സാധനങ്ങളും അല്ലെ, എല്ലാ സാധനങ്ങളും തന്നെ പറയാം, പല സാധനങ്ങളല്ല, എല്ലാ ഭക്ഷണങ്ങളും ത്തിലുള്ള ഒരു വിധപ്പെട്ട സാധനങ്ങളും ഒക്കെ എന്താണ്, നമ്മൾ ഇത്തരത്തിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നവയാണ് അല്ലെ. അപ്പൊ നമ്മൾ കൃഷിയിലെ വിവിധ സ്റ്റെപ്പുകൾ നമ്മളോട് പല പ്രാവശ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി തയ്യാറാക്കൽ നമുക്ക് അതിനൊരു ഉത്തരമായിട്ട് പറയാം അല്ലെ. കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഭൂമിയെ ഒരുക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ഭൂമി തയ്യാറാക്കൽ. നിലം ഉഴുതുമറിച്ചിട്ട് കളകൾ നീക്കം ചെയ്ത് കട്ടകൾ ഉടച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കൃഷിക്ക് വേണ്ടിയിട്ട് ആ ഭൂമി നമ്മൾ എന്ത് ചെയ്യും, തയ്യാറാക്കി എടുക്കും അല്ലെ. അതിനുവേണ്ടി നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ആളാണ് കലപ്പ അല്ലെ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് കലപ്പ. പക്ഷെ ഇന്ന് കലപ്പയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, പകരം എന്താണ്, ട്രാക്ടറുകളാണ് അല്ലെ. അതിനുശേഷം നമ്മൾ വിത്ത് തെരഞ്ഞെടുക്കണം അല്ലെ. കൃഷി ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല വിത്തുകൾ തന്നെ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല വിളവ് കിട്ടണമെങ്കിൽ ഗുണമേന്മയുള്ള വിത്തുകൾ തന്നെ നമ്മൾ തെരഞ്ഞെടുക്കണം. ഗുണമേന്മയില്ലാത്ത വിത്തുകൾ തെരഞ്ഞെടുത്താൽ നമ്മുടെ കൃഷിയും എന്താവില്ല, മെച്ചപ്പെട്ടതാവില്ല. അതിനുശേഷം നമുക്ക് നോക്കേണ്ടത് വിത്ത് വിതയ്ക്കലാണ് അല്ലെ. തിരഞ്ഞെടുത്ത വിത്തുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, പാകത്തിന് അകലത്തിൽ നമ്മൾ എന്ത് ചെയ്യും, വിതയ്ക്കും. ഇതാണ് നമ്മളുടെ അടുത്ത പരിപാടി അല്ലെ. യെസ്, അടുത്ത പരിപാടി എന്താണ്, വിത്ത് വിതയ്ക്കൽ. എന്താണ് പരിപാടി, വിത്ത് വിതയ്ക്കൽ. ക്ലിയർ ആണോ കുട്ടികൾക്ക്? യെസ്, നമ്മുടെ പരിപാടി എന്താണ്, വിത്ത് വിതയ്ക്കലാണ്. യെസ്, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, വളം ചേർക്കണം അല്ലെ. വിളകൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, വളമായിട്ട് ചേർക്കണം. ജലസേചനം, വിളകൾക്ക് ആവശ്യത്തിന് നമ്മൾ ജലം കൊടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ. വിളകൾക്ക് ആവശ്യമായിട്ടുള്ള ജലം നമ്മൾ കൊടുക്കണം. ജലം കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ജലസേചനം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കളനിയന്ത്രണവും കീടാക്രമണ നിയന്ത്രണവും നമ്മൾ ചെയ്യണം അല്ലെ. കളകളെയും കീടങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം, നിയന്ത്രിക്കണം. ഇപ്പോ നമ്മൾ കഷ്ടപ്പെട്ട് ചെടിയൊക്കെ ഉണ്ടാക്കി അത് തിന്നാൻ വേണ്ടിയിട്ട് കുറെ പ്രാണികളും അതേപോലെ തന്നെ കുറെ പുഴുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് ലഭിക്കുമോ? ഒരിക്കലും ലഭിക്കത്തില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കളകളും കീടങ്ങളെയും ഒക്കെ നമ്മൾ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പഴഞ്ചൊല്ലുകളും കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഏതൊക്കെയാണ്? വിത്ത് ഗുണം 10 ഗുണം, ഞാറില്ലെങ്കിൽ ചോറില്ല, മുളയിലറിയാം വിള, പത്തായമുള്ളയിടം പറയും കാണും. പിന്നെ എന്തൊക്കെയാണത് നോക്കിക്കേ, ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്, കള പറിച്ചാൽ കളം നിറയും. യെസ്, ക്ലിയർ ആണോ? ഇപ്പൊ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് പഴഞ്ചൊല്ലുകളാണ് ടീച്ചർ പറഞ്ഞത്. ഇതൊന്നും അല്ല അല്ലെ, ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട്. കാരണം നമ്മൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ എന്ത് ചെയ്യുക, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയൊക്കെ ഒന്ന് പഠിച്ച് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം എന്തായാലും നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആനുവൽ എക്സാമിന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലതുപോലെ ഉത്തരം എഴുതണം. അതിനു വേണ്ടിയിട്ടാണ് ടീച്ചർ ഇപ്പൊ പറഞ്ഞു തന്നത്. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.